ഹായ് ഗൈസ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു കാര്യത്തെപ്പറ്റി സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് വന്നതൊന്നുമല്ല, ഒരു വിഷയത്തെപ്പറ്റിയും പറയാൻ വന്നതല്ല. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് വെച്ചു. അതായത് എൻ്റെ വീഡിയോസ് ഇപ്പോൾ കണ്ടുവരുന്നവർക്ക് അറിയായിരിക്കും, കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഞാൻ റീസെൻ്റ്ലി ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഇപ്പോൾ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്, അതായത് എടാ അങ്ങനെ ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്തൂടെ, അങ്ങനെയൊക്കെയുള്ള സജഷൻസ് ഒക്കെ ഒന്നും ഉണ്ടെങ്കിൽ അതെന്നെ കമൻസ് വഴി എങ്ങനെയെല്ലാം അറിയിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം അതൊന്ന് മാറ്റി പിടിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പം യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ഇപ്പോൾ യൂട്യൂബേഴ്സാണ്. യൂട്യൂബേഴ്സിൻ്റെ കരകൾ വീഴുകയാണ്. ഇപ്പം അതിൻ്റേതായിട്ടുള്ള കണ്ടന്റ് ദാരിദ്ര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അപ്പം ഞാനിപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫാമിലിയെ കണ്ടു വന്നിട്ടുള്ള കാര്യങ്ങൾ, ചെറുപ്പത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും ഫണ്ണായിട്ടുള്ളതുണ്ടാവാം, സീരിയസ് ആയിട്ടുള്ളതുണ്ടാവാം. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാനാണ് ഇപ്പം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതൊന്നും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാനിപ്പം അതിനാണ് എനിക്ക് തോന്നുന്നത്. അതായത് എല്ലാ ഫാമിലിയിലും നടക്കുന്നത്, ഇപ്പം എൻ്റെ ഫാമിലിയിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ബാക്കി എല്ലാവരുടെയും ഫാമിലിയിൽ നടന്നിട്ട് ഞാൻ എന്ത് തന്നെയാണ് പറയുന്നത്. അതായത് വേറൊന്നുമല്ല, ഇപ്പം എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും മൈനട്ട് കാര്യങ്ങളുണ്ടാവും, അത് ബാക്കിയുള്ളവരുടെ ലൈഫിലും മേ ബി നടന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുണ്ട്, നല്ല ഫണ്ടായിട്ടുള്ള കാര്യങ്ങളും. ഇതിനൊരു പേര് പറയുമല്ലോ, കോമൺ ആയിട്ട് എല്ലാവരുടെ ലൈഫിൽ നടന്നു പോകുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്കങ്ങനെ പറഞ്ഞു പിടിപ്പിക്കാനൊന്നും അറിയത്തില്ല. ഞാൻ വേണമെങ്കിൽ പിന്നെയുള്ള വീഡിയോസിൽ അഭിനയിച്ച് കാണിച്ചു തരാം. അത് 2-3 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറഞ്ഞ് പിടിപ്പിക്കാനൊന്നും അറിയത്തില്ല. അത് നിങ്ങളൊന്ന് ക്ഷമിക്കും, ഗവൺമെൻറ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അപ്പം അതാണ് എനിക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെന്ന് പറയാനുള്ളത്, ഞാൻ ഹോസ്റ്റലാണ് വീഡിയോ എടുക്കുന്നതും ഫ്രെയിം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. എവിടെയെങ്കിലും ഫോണൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ ഒപ്പിച്ചെടുക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറവുകൾ എൻ്റെ വീഡിയോസിനുണ്ടാകും. നമുക്കത് പതിയെ പതിയെ ശരിയാക്കാം. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരിക്കലും പറയണം. നമുക്കിത് ചാനലൊക്കെ ഒന്ന് കയറി വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കിത് ഉറപ്പായിട്ടും, അത് ഞാൻ തരുന്ന വാക്കാണ്, എനിക്ക് ഉറപ്പായിട്ടും നമുക്കിത് ശരിയാക്കാം. ഓക്കെ, അതിന് എനിക്കൊരു താങ്ങ് തരേണ്ടതാണ്. അതായത് നിങ്ങളുടെ സപ്പോർട്ട് കാരണം എനിക്ക് മസ്റ്റായിട്ട് ആവശ്യമാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ജോലിയില്ല, നല്ലതെന്ന് കണ്ടെങ്കിൽ നല്ലതെന്ന് പറയുക, ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ നിൽക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് പോരായ്മകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അത് എന്നെ കമൻസ് വഴി അറിയിക്കുക. ഇതൊക്കെയാണ്. വേറെ ഭാരിച്ച ഒരു ജോലിയോ, അതായത് ഞാനിപ്പം ദിവസം ഇപ്പം കണ്ടന്റ് ആലോചിക്കണം, പിന്നെ അത് ഇതുപോലെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് ഇത് എടുക്കണം അവിടെ എടുക്കണം അവിടെ എടുക്കണം മറ്റിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഓരോടത്തൊക്കെ സെറ്റ് ചെയ്ത് എടുത്ത് ഒക്കെ വരുന്ന അത്രയും പാട്, പിന്നെ അത് എഡിറ്റ് ചെയ്ത് അത്രയും പാടെന്തായിരുന്നെങ്കിൽ. അപ്പോൾ ഞാനങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ തുടക്കം ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് മനസ്സിൽ വിചാരിച്ചാൽ തന്നെ മനസ്സിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നുള്ള ഒരുപാട് ഇതുണ്ട്. ചെയ്ത് വരുമ്പോഴത്തേക്കും അത്രയും ഒന്നും എത്തിച്ചേരാൻ പറ്റുന്നില്ല. കാരണം ഇതെല്ലാം എടുക്കുന്നതിൻ്റെ ആ ഒരു പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നില്ല. അപ്പം അത് പതിയെ പതിയെ അതും ശരിയാക്കി എടുക്കണം. എന്താണോ കറക്റ്റായിട്ട് മനസ്സിൽ ഉദ്ദേശിച്ചത് അത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റണം. അപ്പം അതിനെല്ലാം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, പിന്നെ വേറെ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വലിയ അടുത്ത വീഡിയോയോട് ഞാൻ അറിയിക്കാം. തൽക്കാലം ഇത്രയൊക്കെ. ഓക്കെ, ഇപ്പം എല്ലാം പറഞ്ഞ പോലെ അപ്പം എൻ്റെ കൂടെ നിൽക്കണം. ബൈ, അടുത്ത വീഡിയോ കാണാം.